അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അല്ലാഹു അഅലം. വെറും ഒരു അധപ്പതനത്തിലേക്ക്, അതിൻ്റെ ഏറ്റവും വലിയ തലപ്പത്ത് നിൽക്കുന്ന നൗഷാദാണ് ഇപ്പോൾ അതിൻ്റെ തലപ്പത്തുള്ളത്. കോമാട്ടുചാലിൽ അതൊക്കെ അതിൻ്റെ ശേഷമാണെന്നാണ് പിന്നെ മനസ്സിലാകുന്നത്. കോമാട്ടുചാലിൽ അദ്ദുവിന് കിതാബൊക്കെ വായിച്ചു കൊടുക്കുന്നത് നൗഷാദാണ്. അപ്പോൾ നൗഷാദാണ് ഇപ്പോൾ അതിൻ്റെ തലപ്പത്തുള്ളത്. ഈ നൗഷാദിൻ്റെ ഈ ടീമിൽ ഇപ്പം അടുത്ത് യൂട്യൂബിലൊരു പാട്ട് കേൾക്കാനിടയായി. ഇപ്പം ഈ പോറ്റിയേ കേറ്റിയേ എന്നുകൊണ്ടുള്ളൊരു പാട്ട്. സുബ്ഹാനല്ലാഹ്, ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? മൗലാന പേരോട് ഉസ്താദിനെ സംബന്ധിച്ച്. ഇവരൊക്കെ എന്തു ത്വരീക്കത്തുകാരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രത്യേകിച്ച് കേൾക്കുന്നവർ മനസ്സിലാക്കണം, ഏത് നിലക്കാണെങ്കിലും ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞ് പാട്ടുകൾ ഉണ്ടാക്കുക. പേരോട് ഉസ്താദ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്തു എന്നല്ലാതെ എന്താ ചെയ്തത്? ഈ കള്ളത്വരീക്കത്തുകാരും അതുപോലെ തന്നെ വഹാബികളും രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഈ നൗഷാദ് ഇപ്പുറത്ത് നിന്നുകാണ്ട് കണ്ടോ, മറ്റേ ആരെങ്കിലും ഏതെടുത്തിട്ടിട്ട് പേരോട് ഉസ്താദ് എന്ത് ചെയ്യാണ്, വഹാബി ആശയത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. വഹാബി ആശയത്തിലേക്ക് മുജാഹിദീങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് പല ആൾക്കാരും പറയാം, അതാ പേരോട് സത്യം മനസ്സിലാക്കി വരുന്നു എന്ന് ഇപ്പുറത്തു നിന്നും പറയാം. ഇങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടലാണ് ഇപ്പോൾ ഈ ത്വരീക്കത്തുകാരും മുജാഹിദുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിനെ അടിക്കാൻ വേണ്ടിക്കൊണ്ട് രണ്ടു കൂട്ടരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഇവരുടെ പരിപാടി കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇനി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ മൗലാന പേരോട് ഉസ്താദിനെ സംബന്ധിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കി പാടിയ ഒരു പാട്ട് യൂട്യൂബിൽ വന്നിരുന്നു. ആ പാട്ട് സ്ഥിരമായിട്ട് കുരുവട്ടൂരികളത് ഇടുന്ന ചാനലിലാണ് കാണാൻ സാധിച്ചത്. ഏതായാലും അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. കേൾപ്പിക്കാൻ താല്പര്യമല്ല, എന്നാലും ആളുകൾ മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കേൾപ്പിക്കുന്നത്. ഏപ്പിക്കാരുടെ കഥയപ്പ ആകെയരപ്പാണ് അന്ത്രുപ്പ. അതെൻ്റെ അപ്പനോട് പോയി പറ, അതെൻ്റെ അപ്പനോട് പോയി പറ കേട്ടോ. പേരോടെന്ന പേടിനെ കൊണ്ട് പൂരാ ചേറ് നിറഞ്ഞപ്പ, ആ പേരോടെന്ന പേരിനെ കൊണ്ട് പൂരാ ചേറ് നിറഞ്ഞപ്പ. ശരിയാണ്, അത് നിറയും നിങ്ങൾക്ക്. കാരണം നിക്കക്കള്ളില്ലാതാക്കല്ലേ പേരോട് ഉസ്താദ്. വട്ടൂരികളെ മൊത്തം, വട്ടൂരികളെന്നല്ല സകല സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളെയും ആകെ പിന്നങ്ങട്ട് നിരത്തിയിട്ടിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിറയും കേട്ടോ. കേടായി ഇബ്നു തൈമിയ നന്നായി, ഇബ്നുൽ ഹജറിൽ ഹൈതമി തങ്ങൾ കള്ളം പറയും എന്നായി. ഇപ്പം ജി പറഞ്ഞതിന് നമുക്ക് വജ്ജറിഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിപ്പോൾ ഈ പറഞ്ഞ പച്ച കളവാണ് പറഞ്ഞത്. ഇബ്നു ഹജറുൽ ഹൈതമിയെ തങ്ങളെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് മോശമാക്കി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ആൺകുട്ടിയാണെങ്കിൽ ഒരു ഒറ്റ തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ പറയടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇജ്ജ് പാടിയാൽ പോരാ. പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് പറയാം. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ കള്ളം പറയുന്ന ആളായിന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളം പറയുന്ന ആളാണെന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കടാ. എൻ്റെ തൊള്ള പോരാ, എൻ്റെ കക്കൂസ് തൊള്ള പോരാ. പാട്ടുണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചുണ്ടാക്കിക്കോ. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ പാട്ടിൻ്റെ അവസാനക്കാരം നല്ലോണം കരുതിക്കൊണ്ട്. കാരണം എന്താ പറയുക, ഇല്ലാത്തത് നമ്മളെ പണ്ഡിതന്മാരെ പറ്റിയാണ്ടാ പറയണത്. ഇല്ല ഇജ്ജ് എന്താ വെച്ചാൽ പറഞ്ഞോ,
ഇല്ലാത്ത പറയുമ്പോൾ നല്ലോണം സൂക്ഷിച്ചോ. നാടന്മാരായ ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും. അവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും കയറി വരും. നല്ലോണം സൂക്ഷിച്ചോണ്ടി. എന്താ കരുതിയിരിക്കണത്? കുഴഞ്ഞ തന്തക്ക് ഉപമിച്ചെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയാണെന്ന്, വാപ്പ പോലെയാണെന്ന് പിന്നെ പേരോട് ഉസ്താദ് പറഞ്ഞോ? ധൈര്യം കാണിക്കടാ, ധൈര്യം കാണിക്ക്. ജഹലാലായി ഉണ്ടായതാണ് വെച്ചാൽ കാണിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞത്. കള്ളപ്പിശാചിന് കഴിവിനെ കൂട്ടി തിരുനബി സ്വപ്നം തെറ്റിച്ച് സുന്നി കപടൻ ആരാടാ സക്കാഫി പേരോടവനാടാ സമസ്ത സ്റ്റേജിൽ കയറി കളിക്കണ വഹാബി ചെക്കൻ ഇവനാടാ. അതിലൊന്നും വിഷമിക്കാനൊന്നുമില്ല. വഹാബി ചെക്കൻ ഇവനാടാന്നൊക്കെ പറയുമ്പോൾ വിഷമിക്കാനൊന്നുമില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇവൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ മെൻസസിലൊക്കെ ഉണ്ടായ ചെക്കനെ കരപ്പം പാടണോന്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അങ്ങനെ പറയുന്നതും പാടണോ. നമ്മളിപ്പോൾ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് കള്ളത്തൊരീക്കത്തുകാരുടെ കളിയാണിതൊക്കെ. നമ്മൾ ഏത് സുന്നി കൂടിയാലും ശരി, AP കാരിയിൽ കൂടിയാലും പാടില്ല, ഈക്കാരിയിൽ കൂടിയാലും പാടില്ല, സമസ്ഥാനി കൂടിയാലും പാടില്ല, ദക്ഷിണകാരിയിൽ കൂടിയാലും പാടില്ല. വിചാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കള്ളത്തൊരീക്കത്തിൻ്റെ ടീമിൻ്റെ ഒപ്പം വിചാരിച്ച് നമ്മൾ കൂടി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുത് പ്ലീസ്. കാരണം എന്താ വെച്ചാൽ നമ്മളതും കേടിരും, നമ്മളെ കുടുംബത്തിൻ്റെത്, ഭാര്യ, മക്കൾ എല്ലാം നശിച്ചു പോവും. എല്ലാം അലവലാതിയായി ആകെ ചേറാവും. കാരണം അത്ര വൃത്തികെട്ടവന്മാരാണ് ഇവർ. അത്ര വൃത്തികെട്ടവന്മാരാണ്. അത്ര വൃത്തികെട്ടവന്മാരാണ്. കാരണം ഇബ്നു സെക്കൻ്റെ കൂട്ടം പറഞ്ഞ മാതിരിയാണ് ഇന്നീല അജുദു മിൻക റീഹൽ കുഫർ. ഇവരുടെ മുഖത്തിൽ നിന്നൊരു ദുർഗന്ധം, അതല്ലെങ്കിൽ ഒരു കുഫിരിയത്തിൻ്റെ വാസന വരുന്നുണ്ട്. ഒരു കുഫിരിയത്തിൻ്റെ വാസന ഈ കുരുവട്ടൂരികളിൽ നിന്ന് വരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും കൈകാര്യം ചെയ്യണം. ഒരു കാരണവശാലും ഈ കൗമിൻ്റെ ഒപ്പം നിന്നുകാണ്ട് കാരണം ഈ ത്വരീക്കത്ത് പോകണം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു 10 ദിക്ർ ഏറെ ചെല്ലാൻ വേണ്ടിക്കൊണ്ടാണ്. ത്വരീക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവരെല്ലാവരും പാടെ വട്ടത്തിനിരുന്ന് കണ്ട് 10 ദിക്ർ ഏറെ ചെല്ലുക. ഇവർ മഗ്രിബി പ്രധാനപ്പെട്ട സമയമാണ് ബഅദൽ മഗ്രിബ് ഖബലൽ ഇശാ. മഗ്രിബ് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ടൈമാണ്. ആ ടൈമിന് ഏറ്റവും വലിയ പണ്ഡിതനായ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ പേരോട് ഉസ്താദിനെ തിരഞ്ഞെടുത്ത് വെറും അനാവശ്യങ്ങൾ പറയുക, വെറും ഇല്ലാത്തത് പറയാം. എന്തെങ്കിലും ഒരു ഉള്ളതുണ്ട് ചതർക്കടില്ല. ഒന്നും ഇവർ പറയുന്നതിൽ ഉള്ളതില്ല. പച്ചക്കളവ് ക്ലിപ്പിൻ്റെ അപ്പുറവും പ്രസംഗത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് ക്ലിപ്പാക്കിയാണ്ട് പ്രചരിപ്പിക്കുക, ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഖുർആൻ പറഞ്ഞ ഇത്തക്കവും മവാക്കിയത്തുക, തെറ്റിദ്ധാരണ ഒഴിവാക്കിയാണ്ട് ജീവിക്കുക എന്നുള്ള അതല്ല ഇവൻ ചെയ്യുന്നത്. ഇവൻ ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനായ പേരോട് ഉസ്താദിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രം ജീവിക്കുക. അതിൻ്റെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ ചവിട്ടിത്തേക്കുക എന്നുള്ള മാത്രമാണ്. അപ്പോൾ ആയതുകൊണ്ട് ഇതുപോലത്തെ ആളുകളുടെ കൂട്ടത്തിൽ കൂടിയ ആളുകളുണ്ടെങ്കിൽ റബ്ബിനെ വിചാരിച്ച് ഒരു ആഖിറുണ്ട്, നാളെ ഒരു പരലോകമുണ്ട്, ഒരു ഖബർ ജീവിതമുണ്ട്, ഒരു പാരത്രിക ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്നവർ, ഈമാൻ കാര്യങ്ങൾ ആറാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവൻ്റെ കൂട്ടത്തിൽ പെട്ടുപോകരുത് കേട്ടോ. വട്ടൂരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് കേട്ടോ. കാരണം ഇവൻ പറയുന്ന ഓരോ വാക്കുകൾ ഇനി വേണമെങ്കിൽ ഓരോ പറയുന്നൊന്ന് കേട്ടു നോക്കി. ഇനി ഇയാൾ പറയുന്നുണ്ട്, ഞാനതിൽ പലതും പറഞ്ഞിരുന്നു, ലഹബി പറഞ്ഞതൊക്കെ ഞാനതിൽ ഉദ്ധരിച്ചിരുന്നു. ദഹബിയുടെ ഉസ്താദാണ് ഇബ്നു തൈമിയ. അപ്പൊ ഇബ്നു തൈമിയെ കുറിച്ച് ദഹബി പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതൊന്നും അച്ചങ്ങാതി പറഞ്ഞില്ല നമ്മൾ പറഞ്ഞു. അതൊന്നും അച്ചങ്ങാതി പറഞ്ഞില്ല. അതിന് ഉസ്താദിനെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കാണോ പറഞ്ഞത്? അച്ചങ്ങാതി പറഞ്ഞില്ല എന്ന് പറഞ്ഞതിനൊക്കെ മറുപടി ഞാൻ വേറെ പറയുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് കേൾക്കാം. പറഞ്ഞില്ല എന്നാ പറയുന്നത്. അയാൾ ഇന്നത്തെ പ്രസംഗം കേട്ടോളൂ. ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറിക്കുകയാണ്. ഈ ഹഫീദുദ്ദഹബി പറഞ്ഞ വാചകം ഈ ചങ്ങാതി കേൾപ്പിക്കുന്നില്ല. പേരോട് ഉസ്താദ് ഇവനെ പറ്റി ഈ ചങ്ങാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരോട് ഉസ്താദിനേക്ക് ഇവനേക്കാൾ പ്രായമുള്ള, ഇവനേക്കാൾ വലിയ ശിഷ്യന്മാരുള്ള ഒരു പണ്ഡിതനാണ് പേരോട് ഉസ്താദ്. മനസ്സിലായോ? ആ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ചില ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ്.
അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഞങ്ങളുള്ള കാലത്തോളം അന്റെ ഒരു ഉടായ്പും നടക്കൂല. ഈ ഹറാമി പറഞ്ഞിട്ടില്ല നിങ്ങൾ, ഞങ്ങളുള്ള കാലത്തോളം എൻ്റെ ഒരു ഉടായ്പ നടക്കൂല. എൻ്റെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അത് അവിടെ ഓനോട് പറഞ്ഞല്ലോ, ചെങ്ങായി എന്ന് പറഞ്ഞല്ലോ, അതിന് പകരം വീട്ടിയാണേ. അപ്പോൾ ഓൻ തന്നെയാണ് വലിയത്, ഇവൻ തന്നെയാണ് വലുത് എന്നുള്ള ഇബ്നു സക്കന്നാണ് ശരിക്കും. ഇപ്പോൾ ശരിക്കും ഇവൻ ഇബ്നു സക്കാണ്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞു ഒപ്പിച്ചത് ഇയാള്? ഇയാളെന്ന് പറയണ ഇവനെന്ന് പറഞ്ഞാൽ മതി. എന്താണ് ഇവൻ പറഞ്ഞു ഒപ്പിച്ചത് അങ്ങനെ പറഞ്ഞാൽ മതി. ദഹബിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് ക്ലിപ്പിട്ടില്ല. ഞങ്ങൾ പണ്ഡിതന്മാരുടെ ഈ ഒരു പണ്ഡിതം വന്നിന്. പേരോട് ഉസ്താദിൻ്റെ ഏതെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു ഞങ്ങൾ പണ്ഡിതന്മാരുടെ ക്ലിപ്പ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ? പച്ചക്കളവ് പേരോട് ഉസ്താദിൻ്റെ പേരിൽ വെച്ച് കിട്ടുക. ഒന്ന്. രണ്ടാമട്ടം പേരോട് ഉസ്താദ് പണ്ഡിതനെടോ. പേരോട് ഉസ്താദ് പണ്ഡിതനെയാണ്. പേരോട് ഉസ്താദ് മൂത്രമൊഴിച്ച മൂത്രം ചാടിക്കിടക്കാൻ മാത്രം ജില്ല. മൂത്രമൊഴിച്ച മൂത്രം ചാടിക്കിടക്കാൻ മാത്രം ജില്ല. എന്നിട്ടല്ലേ പേരോട് ഉസ്താദ് പണ്ഡിതൻ വന്നിക്കണ്. ഇനി ബാക്കി പറയട്ടോ. പാന്നല്ല അവിടെ പോലെ വെക്കാൻ പറ്റൂല, പേന്ന് മാത്രം പറയാം. അതിന്റെ അർത്ഥം സയ്യിദ് ജഹീൽ ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പാന്നുള്ളിടത്തേക്ക് വെക്കണ്ട, പേന്നുള്ളിടത്തേക്ക് വെക്കാം. അത് യഹിയൽ ബുഖാരി പറഞ്ഞു തന്നിട്ടുണ്ട് വെച്ചാൽ ഇൻഷാ അല്ലാ യഹിയൽ ബുഖാരി അടുത്ത് തിരുത്തും കേട്ടോ. അത് മനസ്സിലാക്കിക്കോ. നിങ്ങളെല്ലാവരും മൊത്തത്തിൽ ആട്ടി അടിക്കുന്ന ഒരു സമയം അവിടെ വരാനുണ്ട്. യഹിയൽ ബുഖാരി അടുപ്പിക്കാതിരിക്കുന്ന ഒരു സമയം ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. മടവൂർ കോട്ടയിലേക്ക് നിന്നെ കാല് കുത്തിക്കൂല യഹിയൽ ബുഖാരി. ഇൻഷാ അല്ലാ കാത്തിരുന്ന് കാണാം, നമുക്ക് അടുത്ത് കാണാം. അത് കണ്ടോ, മനസ്സിലാക്കിക്കോ. കാരണം യഹിയൽ ബുഖാരി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജദബിൻ്റെ ഹാലുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം കുറേ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി അടുത്ത് നമുക്കത് കാണാൻ സാധിക്കും. എന്താ കരുതേ എടാ, പാന്നുള്ളിടത്തേക്ക് എത്തൂല, പേന്നുള്ളിടത്തേക്ക് എത്തൂ. എന്താ പേരോട് ഉസ്താദിൻ്റെ മൂത്രമൊഴിച്ച മൂത്രം ചാടിക്കടക്കാൻ മാത്രം കുരുവട്ടൂരികളായ നിങ്ങളിൽ ആരുമില്ല. ആകെ 3 ആളല്ലേ ഉള്ളൂ. ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കോ. പേരോട് ഉസ്താദ് അങ്ങനെയാണ്.